ഇന്ന് രാവിലെ തന്നെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയി ഞാൻ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒരു നല്ല ഗ്രീൻ ടീ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കട്ടൻ കാപ്പിക്ക് ഒരു ചെറിയ ബ്രേക്ക് കൊടുത്ത്. അപ്പോൾ ഗ്രീൻ ടീയിലേക്ക് മാറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ സുല്ലിട്ട് എന്നെക്കൊണ്ട് ഇതൊക്കെ കുടിച്ചിട്ട് ഇറക്കാൻ പറ്റുന്നില്ല. അതിനോട് ഞാൻ വീണ്ടും നാളെ മുതൽ ബ്ലാക്ക് കോഫി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് നിലക്കടല ചട്നിയും പിന്നെ റാഗി ഇഡ്ഡലി, ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിലക്കടല ചട്നി ഞാൻ ഫസ്റ്റ് തിന്നുന്നത് ഇലാഹാബാദിൽ വെച്ചിട്ടാണ് കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് വലിയ ഇഷ്ടമൊന്നും പറ്റിയിട്ടില്ല. കാരണം ഇതൊരുമാതിരി എന്തോ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ട്രൈ ആക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും സ്ക്രോൾ ചെയ്തപ്പം ഞാൻ വിചാരിച്ചു റാഗി ഇഡ്ഡലിക്ക് ഒരു വെറൈറ്റി ചട്നി ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ വീണ്ടും നിലക്കടല ചട്നിക്ക് വന്നത്. അപ്പം അതിൽ കണ്ടു കുറച്ച് പുളി കൂട്ടിയിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ ട്രൈ ചെയ്തു. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റ്. നമുക്ക് എപ്പോഴും തേങ്ങാ ചട്നി തിന്നിട്ട് മടുക്കുമ്പം ഇതൊരു നല്ല ഓപ്ഷനാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ ഇത് ഉണ്ടാക്കി ഫസ്റ്റ്. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടാണ്. ഇഡ്ഡലിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഉഴുന്ന് കൂടിപ്പോയി, റാഗിനേക്കാളും കൂടുതൽ ഉഴുന്നായിപ്പോയി. ഈ സാധനം എടുത്ത് പുറത്ത് വെക്കുമ്പോൾ അപ്പം ഇത് പൊളിച്ച് പൊങ്ങി അങ്ങനെയല്ലാന്ന്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, ചുടണം, ബാക്ക് ടു ഫ്രിഡ്ജ്. അതാണ് ഇപ്പോഴത്തെ പണി. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വേഗം മറ്റേ ഇഡ്ഡലീൻ്റെ തട്ടെല്ലാം സെറ്റ് ചെയ്ത് ഇതൊഴിച്ച്. പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റായിപ്പോയി. ഇഡ്ഡലി ഒരുമാതിരി ഷേപ്പില്ലാണ്ടായിപ്പോയി. തട്ടുന്ന് എടുക്കുമ്പോഴേക്ക് ഈ സാധനം ഇങ്ങനെ ഒട്ടും ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പം ഒരു ടേസ്റ്റ് ഇല്ല ഈ സാധനത്തിന്. സത്യം പറഞ്ഞാൽ ദോശ ആക്കുമ്പോൾ നമ്മൾ ഈ നെയ്യലിടുമ്പം കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആട്ടാ. പക്ഷേ ഇഡ്ഡലി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഒരു ടേസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു സാധനം, ഉപ്പും തോന്നുന്നില്ല, ഒരു വികാരമില്ല ഈ സാധനത്തിന്. അതിനെക്കൊണ്ട് പിന്നെ ഞാൻ ഇനി ഇഡ്ഡലി ട്രൈ ആക്കാമല്ല, ദോശ തന്നെ ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇത് ഞാൻ തട്ടുന്നെടുക്കാൻ കുറച്ച് പണിപെട്ട്, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ബായ്.